സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കിയ മുന്നണികൾ സീറ്റ് വിഭജനം ഉൾപ്പെടെ പൂർത്തീകരിച്ചു വരുന്ന ദിവസങ്ങളിൽ പ്രഖ്യാപനം നടത്താനാണ് നീക്കം. അതേസമയം സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തത് NDAയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതിനിടെ 243 സീറ്റിലേക്കും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി 11 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള അന്തിമ ചർച്ചകളിലാണ് NDAയും മഹാഗഠബന്ധനും. ഭരണ പ്രതിപക്ഷത്തെ സംബന്ധിച്ച ഏറ്റവും നിർണായകമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. SIR, വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ മറുപടി പറയാനാണ് BJP NDA സഖ്യത്തിന്റെ നീക്കം. നേരിയ വ്യത്യാസത്തിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുകയാണ് മഹാഗഠബന്ധന്റെ ലക്ഷ്യം. സീറ്റ് വിഭജന കാര്യത്തിൽ പാർട്ടികൾക്കിടയിൽ ധാരണയായിട്ടില്ല എങ്കിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗുജറാത്തിലുൾപ്പെടെ പരീക്ഷിച്ചു വിജയിച്ച നീക്കം BJP ബീഹാറിൽ നടത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഓരോ മണ്ഡലത്തിലെയും സാഹചര്യം വിലയിരുത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം. സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് നൽകേണ്ടെന്ന് തീരുമാനിച്ചതോടെയാണ് തമ്മിലടിയും ചേരിപ്പോരും രൂക്ഷമായത്. സീറ്റ് നിഷേധിച്ചാൽ വിമത സ്ഥാനാർത്ഥികളാകാനോ മറ്റ് പാർട്ടികളിൽ ചേരാനോ അതൃപ്തരിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. അതേസമയം NDA സീറ്റ് വിഭജനത്തിലും കല്ലുകടി രൂക്ഷമാണ്. 103 സീറ്റിലെങ്കിലും മത്സരിക്കാനാണ് BJP നീക്കം. എന്നാൽ സഖ്യകക്ഷികളായ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയും ചിരാഗ് പസ്വാന്റെ ലോക ജനശക്തിയും കടുത്ത അതൃപ്തിയിലാണ്. സമയം 243 സീറ്റിലും തനിച്ച് മത്സരിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ 11 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.